CPM-ഉം BJP-യും തമ്മിൽ വ്യത്യാസം കൊടികളിൽ മാത്രമാണെന്നാണ് ഖാർഗെ ഇന്നലെ പറയുന്നത്. അതേസമയം തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി 3 തവണ ഡൽഹിയിലെത്തിയിട്ട് ചർച്ച നടത്തി. ഇത് പറഞ്ഞിരിക്കുന്നത് KC വേണുഗോപാലാണ്. ഇത് രണ്ടും കോൺഗ്രസിന് എന്തൊക്കെ പറഞ്ഞാലും വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലൊരു ഒരു 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 എന്താ പറയുക, ഒരു മുഖാവരണമൊക്കെ വെച്ച് നടക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. ഇതിൽ യാതൊരു വാസ്തവമില്ലെന്ന് അറിഞ്ഞിട്ട് ഇവരെന്തിനാണ് ഇത് പറയുന്നത്? ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്. കാരണം ഈ തരത്തിലുള്ള ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇവ കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടോ എന്നുള്ള സംശയം ഇവർക്ക് വേണ്ടി ഉന്നയിക്കാവുന്നതാണ്. അതിന് പിന്നിലുള്ള കാരണം ഇപ്പോൾ ഖാർഗെയ്ക്ക് സാധാരണ നിലയ്ക്ക് സ്ഥിരബുദ്ധി ഉണ്ടെന്ന് ആരും പറയാറില്ല. കാരണം ഖാർഗെ ഒരു വിഷയം പഠിക്കുന്ന ആളല്ല, ഒരു കാര്യം മനസ്സിലാക്കുന്ന ആളല്ല, അതിനെക്കുറിച്ച് പറയുന്ന ആളല്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, ഖാർഗെയ്ക്ക് അടക്കമുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണല്ലോ ഇന്ത്യ മുന്നണി, INDA മുന്നണി. ആ മുന്നണിയിൽ CPM മെമ്പർ അല്ലേ? അങ്ങനെ ആദ്യ ആൾ ചെയ്യേണ്ടത് അതിന് പുറത്താക്കല്ലേ വേണ്ടത്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് BJP ആയിട്ട് സഖ്യം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഖാർഗെയ്ക്ക് നട്ടെല്ലുണ്ടെങ്കിൽ, പക്ഷെ അത് നിർബന്ധമില്ല കേട്ടോ, ഈ നട്ടെല്ലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല, അത് വാഴപ്പിണ്ടി കൊണ്ടുള്ള വേണി വെച്ചിട്ടുള്ള ആകാം. അതല്ല, നട്ടെല്ലാണ് ഇയാൾക്ക് ഖാർഗെയ്ക്കുള്ളതെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന CPM-നെ, പിണറായി വിജയന്റെ പാർട്ടി ആ ഇന്ത്യ മുന്നണിയിൽ നിന്നാലും പുറത്താക്കണം. അതിനൊക്കെ ധൈര്യമുണ്ടോ? അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു വസ്തുതയുള്ളത്, ഈ കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുക. ആ സംസ്ഥാനങ്ങളൊന്നാണ് തമിഴ്നാട്. തമിഴ്നാട് ആരൊക്കെ തമ്മിലെ സഖ്യം? അവിടെ DMK, CPM, കോൺഗ്രസ്, SDPI ഇവരെ തമ്മിൽ സഖ്യമല്ലേ? ഇതല്ലാന്ന് ഖാർഗെ ഒന്ന് പറയട്ടെ. ഈ കേരളം വിട്ട് ഏത് സ്ഥലത്താണ് ഇപ്പൊ മറ്റേ ബംഗാൾ അടക്കമുള്ള കേരളം വിട്ടിട്ടുള്ള ഏത് സംസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇവർക്ക് സഖ്യമില്ലാത്തത്? അതാണ് ഒന്നുള്ളത്. മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ശബരിമലയിലെ മോഷണം നടന്നല്ലോ. ശബരിമലയിലെ മോഷണത്തില് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒരേപോലെ പങ്കുണ്ട്, എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് സോണിയാഗാന്ധിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ആരാ? അത് MA ബേബി ആണ്. ബേബി പറയുന്നത് എന്താണെങ്കിൽ സോണിയാഗാന്ധി അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? ഈ സോണിയാഗാന്ധി MA ബേബിയും കൂടി അവിടെ ഒന്നിച്ചിരുന്ന് ഇന്ത്യ മുന്നണിയിൽ ചർച്ച നടത്തുന്ന ആളുകളാണ്. ആ സംഗതി മൂർഖം പാമ്പും മറ്റേ ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതൊക്കെ ശരിയാണ്. ഞാഞ്ഞൂടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണെന്നുള്ള വരുത്തി തീർക്കുന്നതിന് സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആര് തമ്മിലാണ് ഡീല് എന്നുള്ളത് വളരെ വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ ഖാർഗെ പറയുന്നതിന്റെ വേറെ ഒരു മറുവശമുള്ളത്, ഒരുപാട് കാലമായിട്ട് കേരളം ഭരിച്ചു കോൺഗ്രസ്സുകാരൻ. കേരളത്തിന്റെ വികസനത്തിന് കോൺഗ്രസിന്റെ സംഭാവന എന്താണ്? 1984-86 സമയത്ത് കേരളത്തിൽ അക്വയർ ചെയ്തിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നിരവധി വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിട്ടും കേരളവും ഒരേപോലെ ഭരിച്ചിട്ടും ഈ സംഗതികൾ നടപ്പിൽ വരുത്താൻ സാധിക്കാതിരുന്നത് കോൺഗ്രസിനാണ്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു പൊതുചർച്ചയുണ്ട്. ആ പൊതുചർച്ചയിൽ പറയുന്നത് 86-ൽ തുടങ്ങിയിരിക്കുന്ന ആലപ്പുഴ ഹൈവേയുടെയും അതേപോലെ മംഗലാപുരം തുടങ്ങിയിട്ടുള്ള ഹൈവേയുടെയും പ്രവർത്തനം കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിർജീവമായിരുന്നു. അവർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കില്ല, അവർ പണി നടത്താൻ അനുവദിക്കില്ല, മറിച്ച് അവർ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ വലിയ സഖ്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. കേരളത്തിലെ ഏത് ക്രിയാത്മകമായിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നാലും അതിനെതിരായിട്ട് സമരം നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് സമരം ചെയ്യിക്കുന്ന ആരാ? കേരളത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സമരം ചെയ്ത് കേരളത്തിലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചില്ലേ? അതിന് എത്രയോ എക്സാമ്പിൾ ഇവിടെയുണ്ട്. ഇവര് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അവസ്ഥ എന്തായിരുന്നു? സാമ്പത്തികമായിട്ട് പരാധീനതയിലായിരുന്നില്ലേ? ഇന്നെങ്ങനെയാ ഷിപ്പ്യാർഡിന്റെ അവസ്ഥ? അത് മെച്ചപ്പെട്ട രീതിയിലല്ലേ? FACയുടെ അവസ്ഥ എന്തായിരുന്നു? അത് നഷ്ടത്തിലായിരുന്നില്ലേ? നിരവധി സ്ഥാപനങ്ങൾ നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ലേ? ഇന്ന് FACയുടെ അവസ്ഥ എന്താ? അത് ലാഭത്തിലായി. അതിന് കാരണം എന്താ? കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇച്ഛാശക്തിയുള്ള ഭരണത്തിന്റെ കീഴിൽ ഇത്തരം സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയി. അവിടെ തൊഴിലാളികൾ പണിയെടുക്കാൻ തുടങ്ങി. അതിൽ ഒരു മറുവശം അതിനകത്തുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ഭരണത്തിൽ വന്നാലേ കമ്മ്യൂണിസ്റ്റുകാരൻ മെല്ലെ സമരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യും. സമരം കഴിഞ്ഞ് പ്രതിപക്ഷത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ സമരത്തിലേക്ക് തിരിച്ചു വരും. അതാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ UDF-ന്റെ കാര്യം എടുക്കുമ്പോൾ SDP-യുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. അതെ, SDPIയെ പിന്തുണയ്ക്കുന്നത് ഈ രണ്ടു കൂട്ടരും പല സ്ഥലങ്ങൾ, പല മണ്ഡലങ്ങളിലുമാണ്. അപ്പൊ അതിലൊരു വേർതിരിവൊന്നുമില്ല. അപ്പൊ ഈ വേർതിരിവില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ടാണ്, മാത്രമല്ല ഇന്ത്യ സഖ്യം ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങി BJP-ക്കെതിരെ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ എന്തടിസ്ഥാനത്തിലാണ് BJP-ക്കെതിരെ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്? അല്ല, അതൊരു നറേഷൻ കൊണ്ടിരുന്നതാണ്, ചില നറേറ്റീവ് മാത്രമാണത്.
അതായത് കോൺഗ്രസ് BJPയും CPM തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഡീല് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും തമ്മിലാണ്. ഈ ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച വരുത്താതിരിക്കും. പഴയ കാലത്തൊരു കഥ പറയാറുണ്ട്, ഈ കള്ളൻ യഥാർത്ഥ കള്ളനാണ് മറ്റൊരു വിളിച്ചു പറയുക. അപ്പോൾ ആളുകൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളൻ ഏതെങ്കിലും വഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. സമാനമായിട്ടുള്ള സ്വഭാവം അത് ഖാർഗെയോട് സോണിയാഗാന്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഈ ഖാർഗെയ്ക്ക് സാമാന്യം സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആളൊന്നുമല്ല. ഈ നമ്മൾ ട്യൂബിന്റെ പറയുന്ന മാതിരിയാ ഖാർഗെ എന്ന് പറയുന്നാല്. ആ ട്യൂബ് ഒരിക്കലും സ്വയം പ്രകാശിക്കില്ല. സമാനമായിട്ടുള്ള രീതിയിൽ ഖാർഗെ ഒരു കാര്യം ചിന്തിച്ചുറപ്പിച്ച് പറയുന്ന വിശ്വാസം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് സോണിയാഗാന്ധി ഇറ്റാലിയൻ ബുദ്ധിയിലുദിക്കുന്ന, ജോർജ് സോറോസിന്റെ ബുദ്ധിയിലുദിക്കുന്ന ചില കാര്യങ്ങൾ അവർ സോണിയാഗാന്ധിയിൽ കൂടി രാഹുൽ ഗാന്ധിയിൽ കൂടി അത് ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. അതാണ് ഒന്ന്. രണ്ടാമത് നേരത്തെ പറഞ്ഞ SDPIയുടെ ബന്ധം, അത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. SDPI എന്ന് ആരുടെ കൂടെ കേരളത്തിൽ? CPMന്റെ കൂടെയാണ്. SDPI ആണ് നേരത്തെ പറഞ്ഞ ഇയാൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. ഞാനത് തുടക്കം തുടങ്ങിയതിന്റെ പറഞ്ഞിരുന്നു. അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന മഹാരാജാസ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്, CPMന് പങ്കുണ്ട്. ആരെ ഇയാളെ വിളിച്ചു വരുത്തിയത്? ഇവിടെ അഭിമന്യുവിനെ വട്ടവടയിലെ വീട്ടിലേക്ക് വിളിച്ചത് മഹാരാജാസ് കോളേജിൽ നിന്ന് ഒരു നേതാവാണല്ലോ, ഒരു വിദ്യാർത്ഥി നേതാവാണല്ലോ. ആ നേതാവിന്റെ പേരെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെളിപ്പെടുത്ത്. അയാൾ ജയിലിൽ, അയാളെ അറസ്റ്റ് ചെയ്യുന്നു പറയട്ടെ. ചെയ്തിട്ടില്ലല്ലോ. അയാളെ വിളിച്ചു വരുത്തിയതാരാ? അതിനകത്ത് ചില പാർലമെന്റ് അന്നത്തെ മെമ്പർമാരായിരിക്കുന്ന ആളുകൾക്ക് പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അവർ രക്ഷപ്പെട്ടത് ഏത് മാർഗത്തിൽ കൂടിയാണ്? അവർ രക്ഷപ്പെട്ടത് ഇവിടുന്ന് അരുവിക്കുറ്റി വഴിക്കാണെന്നുള്ള ചർച്ചയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SDPIയും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ആ ബന്ധം അവർ ഇന്നും തുടരുന്ന SDPI. കാരണം അവർക്ക് അഭിമന്യു അവരെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യേണ്ട ആളാണ്. അഭിമന്യു എന്ന് പറയുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ വളർച്ച ഒരിക്കലും പാർട്ടിക്ക് താങ്ങാൻ സാധ്യമല്ല. അപ്പൊ ഞാനിടയ്ക്ക് കുഞ്ഞികൃഷ്ണനായിട്ട് സംസാരിച്ചിരുന്നു. കുഞ്ഞികൃഷ്ണൻ അവിടെ മറ്റേ ധൻരാജിന്റെ കൊലപാതകത്തിൽ പിരിച്ച പണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്, ഈ പണത്തിനേക്കാൾ നിരവധി ഇരട്ടിയാണ് എറണാകുളത്ത് പിരിച്ചത്. അഭിമന്യുവിന്റെ പേരിൽ കോടികളാണ് പിരിച്ചത്. ആ പിരിച്ച തുകയിൽ നിന്ന് അഭിമന്യുവിന് വട്ടവടയില് അഭിമന്യുവിന്റെ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുത്ത് 10 സെന്റ് സ്ഥലമാണ്. 1 സെന്റ് സ്ഥലത്തിന്റെ വില 30,000 രൂപയാണ്. 3 ലക്ഷം രൂപയുടെ സ്ഥലമാണ് വാങ്ങിച്ചു കൊടുത്തത്. 13 ലക്ഷത്തിന്റെ 14 ലക്ഷത്തിന്റെ വീട് വെച്ചു കൊടുത്ത് ബാക്കി പണം ഇവരുടെ കൊണ്ടുപോയി. ബാക്കി പണം ഇവരുണ്ടാക്കിയത് എറണാകുളത്തെ കലൂരിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഇവർ കെട്ടിപ്പോക്കി. ഇവരുടെ നേതാക്കന്മാർക്ക് അവിടെ പലപ്പോഴും അനന്തശയനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഈ പറയുന്ന ഭൂമിയിലാണ്, അഭിമന്യുവിന്റെ പേരിലുള്ള കെട്ടിടത്തിലാണ്. അങ്ങനെ ഒരു അവിഹിത ബന്ധം ഇവർക്ക് എക്കാലത്തും SDPIയും CPM ആയിട്ടും കോൺഗ്രസ് ആയിട്ടും ഉണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് SDPI CPMന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെ കൂടെയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാല് ഖാർഗെക്ക് അടക്കറിയാം, കേരളത്തില് കോൺഗ്രസ്സുകാരനാണ് അധികാരത്തിലെത്തുന്നെങ്കിൽ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന് കേരളത്തെ അടിയറ വയ്ക്കുകയാണ് ഫലം. ഒരു സംശയക്കാര്യത്തിലില്ല. അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ പറയുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ വേവലാതി ഉണ്ടല്ലോ. നിരവധി ആളുകൾ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഇക്കാര്യത്തിൽ വളരെ ദുഃഖമുണ്ട്. കാരണം കോൺഗ്രസ്സുകാരൻ പോയിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെയാണ്, മുസ്ലിം ലീഗിന്റെ പിന്നാലെയാണ്. കേരളത്തെ മുസ്ലിം തീവ്രവാദികൾക്ക്, സാധാരണ മുസ്ലിമിനാണെങ്കിൽ കുഴപ്പമില്ല, മുസ്ലിം തീവ്രവാദികൾക്ക് അടിയറ വയ്ക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പരിശ്രമം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഹിന്ദു വിരുദ്ധ വികാരം കേരളത്തില് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആവശ്യം ഒരു മുസ്ലിം കൺസോൾട്ടേഷനാണ്. 71 ജാതികളുള്ള കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നിച്ച് തങ്ങളുടെ കീഴിൽ അണിനിരത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും തമ്മിൽ ഡീലാണ്, അവർ സഖ്യമാണ്, അത് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്, ഹിന്ദുക്കൾ അധികാരത്തിൽ വരാൻ പാടില്ല, ഹിന്ദുക്കൾ വന്നാൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്നുള്ള പ്രചരണം കോൺഗ്രസ്സുകാർ എക്കാലത്തും ചെയ്തിട്ടുണ്ട്. അത് ലീഗിന്റെ കേരളത്തിന്റെ അധ്യക്ഷനായിരുന്ന സീതി സാഹിബ്, അയാൾ 1960കളിൽ കേരളത്തിന് സ്പീക്കറായിരുന്നു. അയാളടക്കം വന്ന് 1945 അയാൾ ഇവിടെ കൊണ്ടോട്ടിയിലെന്ന് എൻ്റെ ഓർമ്മ, മലപ്പുറം ജില്ലയിൽ, ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ, അവിടെ വെച്ച് അയാളുടെ പ്രസ്താവനയുണ്ട്. അതിനെക്കുറിച്ചിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഞാനല്ല, EN നന്ദകുമാറിന്റെ പുസ്തകത്തിനകത്തല്ല,
പി ജയരാജൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ നേതാവായിരിക്കുന്ന അയാളുടെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പുസ്തകം. അതിൽ ലീഗിൻ്റെ അധ്യക്ഷൻ്റെ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം പറഞ്ഞു വരാൻ കാരണം ഇസ്ലാമിക തീവ്രവാദികളും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഇത് ഹിന്ദുക്കളെ കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനുള്ള ബോധപൂർവമായുള്ള പരിശ്രമമുണ്ട്. ഈ പരിശ്രമത്തിൻ്റെ തുടർച്ചയാണ് ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് രാഷ്ട്രീയപരമായിട്ട് യാതൊരു പ്രാധാന്യവും ഞാൻ കൽപ്പിക്കുന്നില്ല.